എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 4/s³ നമുക്ക് ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്യാൻ പോണത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 4/s³ അതിനെ നമ്മൾ ആദ്യം തന്നെ ഡിവൈഡ് ചെയ്യാം. എസ് സ്ക്വയർ ബൈ s³ മൈനസ് 3s/s³ പ്ലസ് 4/s³. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ത് കിട്ടാം? 1/s എന്ന് കിട്ടും. സെക്കൻഡ് കേസിൽ എന്ത് കിട്ടാം? 3/s² എന്ന് കിട്ടും. തേർഡ് കേസിൽ എന്ത് കിട്ടും? 4/s³ എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എൽ ഇൻവേഴ്സ് 1/s മൈനസ് 3/s² പ്ലസ് 4/s³. അപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 3 ടേമായിട്ട് മാറ്റി 1/s മൈനസ് 3/s² പ്ലസ് 4/s³ ആക്കി. ഇനി അതിന് ഓരോന്നിനും തിരിച്ചെഴുതാം. എൽ ഇൻവേഴ്സ് 1/s മൈനസ് 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് 1/s² പ്ലസ് 4 ഇൻറ്റു എൽ ഇൻവേഴ്സ് 1/s³. 3 ഫംഗ്ഷൻ ആയിട്ട് എഴുതി നമ്മൾ എൽ ഇൻവേഴ്സ് 1/s, 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് 1/s², 4 ഇൻറ്റു എൽ ഇൻവേഴ്സ് 1/s³. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കണം. എൽ ഇൻവേഴ്സ് 1/s എൽ ഇൻവേഴ്സ് 1/sന്റെ ആൻസർ 1 ആണ്. കാരണം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 is equal to 1/s. Therefore L inverse 1/s is equal to 1. ഫസ്റ്റ് ടേമിന്റെ ആൻസർ നമുക്ക് 1 എന്ന് കിട്ടി. മൈനസ് 3 ഇൻറ്റു L inverse 1/s². L inverse 1/s² കിട്ടാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം L of t raised to n. L of t raised to n ന്റെ ആൻസർ n ഫാക്ടോറിയൽ ബൈ s raised to n plus 1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ L of t യുടെ ആൻസർ എന്തായിരിക്കും? 1 ഫാക്ടോറിയൽ ബൈ s² ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് L ഇൻവേഴ്സ് 1/s² ആൻസർ എന്തായിരിക്കും? t. കണ്ടോ? L of t is equal to L of t raised to n എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ s raised to n plus 1. അപ്പൊ അതില് n ന് 1 കൊടുക്കുമ്പോൾ L of t എന്നുള്ള ആൻസർ എത്രയാണ്? 1/s². Therefore നമ്മൾ തിരിച്ചു വെക്കുമ്പോൾ L ഇൻവേഴ്സ് 1/s² is equal to t. അപ്പൊ ഈ L ഇൻവേഴ്സ് 1/s² ന് എന്ത് എഴുതാം? t എന്ന് എഴുതിക്കൂടെ? ഇല്ലേ ജസ്വിൻ? അപ്പൊ നമ്മളിവിടെ രണ്ടാമത്തെ കേസിൽ നമ്മൾ ഉപയോഗിച്ച ഫോർമുല L of t raised to n എന്നുള്ള ഫോർമുലയാണ്. L of t raised to n എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ s raised to n plus 1. നമ്മുടെ വൺ ഓഫ് ദ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഈ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ n ന് 1 കൊടുക്കുമ്പോൾ L of t is equal to 1/s² കിട്ടും. നമുക്ക് ഇവിടെ s² ആവശ്യമുള്ളത് കൊണ്ടാണ് n ന് ഞാൻ 1 കൊടുത്തത്. ഇവിടെ 3 ആണ് ആവശ്യമെങ്കിൽ ഞാൻ ഇതിന് 2 കൊടുക്കും. ഇവിടെ n ന് 1 കൊടുത്തപ്പോൾ L of t is equal to 1 ഫാക്ടോറിയൽ ബൈ s² കിട്ടി. നേരെ L ഇൻവേഴ്സ് 1/s² എടുത്തപ്പോൾ t കിട്ടി. അപ്പൊ നമുക്ക് 1/s² ന്റെ ആൻസർ എന്ത് കിട്ടി? t എന്ന് കിട്ടി. അപ്പൊ 1 മൈനസ് 3 ഇൻറ്റു t പ്ലസ് 4 ഇൻറ്റു ഇനി L ഇൻവേഴ്സ് 1/s³ കിട്ടണം. അതിന് എന്ത് ചെയ്യണം? n ന് എന്ത് കൊടുക്കണം? ഞാൻ n ന് 2 കൊടുത്തു. n ന് 2 കൊടുക്കുമ്പോൾ L of t² is equal to 2 ഫാക്ടോറിയൽ ബൈ s³ വരും. 2 ഫാക്ടോറിയൽ ബൈ s³. Therefore L ഇൻവേഴ്സ് 1/s³ ന്റെ ആൻസർ എന്താണ്? t² ബൈ 2 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് L ഇൻവേഴ്സ് 1/s³ ന് വരെ എന്ത് എഴുതാം? t² ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 1 മൈനസ് 3t പ്ലസ് 2t². 4 ഉം 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 1 മൈനസ് 3t പ്ലസ് 2t² എന്ന ആൻസർ കിട്ടി. അപ്പൊ നമ്മള് ഈ 1/s² ന്റെയും 1/s³ ന്റെയും റിസൾട്ട് എങ്ങനെ കണ്ടുപിടിച്ചു? ബൈ യൂസിംഗ് ദ സ്റ്റാൻഡേർഡ് റിസൾട്ട് L of t raised to n equal to n ഫാക്ടോറിയൽ ബൈ s raised to n plus 1. അതിൽ n ന് നമ്മൾ 1 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? L ഇൻവേഴ്സ് 1/s² കിട്ടി. L ന് 2 കൊടുത്തപ്പോൾ എന്ത് കിട്ടി? L ഇൻവേഴ്സ് 1/s³ കിട്ടി. അങ്ങനെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 1 മൈനസ് 3t പ്ലസ് 2t². ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. L ഇൻവേഴ്സ് s² മൈനസ് 3s പ്ലസ് 4/s³. ക്ലിയർ ആയോ? എഴുതിയെടുത്തോളൂ എല്ലാവരും. അപ്പോ ഈ ഫോർമുലാസ് ഒക്കെ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ആ ടൈമിൽ കണ്ടുപിടിച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി. ഫോർമുല എഴുതിയാൽ മതി. അല്ലാതെ L ഇൻവേഴ്സ് 1/s² ന്റെ L ഇൻവേഴ്സ് 1/s³ ന്റെ ഫോർമുല ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. അപർണ
ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതുപോലെ അടുത്ത പ്രോബ്ലം ചെയ്യണം. ഈ പ്രോബ്ലം ചെയ്തിട്ട് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കണം. ഇതെല്ലാവരും എഴുതിയെടുക്കുക. അപ്പൊ നമ്മൾ ചെയ്ത മെത്തേഡുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനെ ഞാൻ ആദ്യം സ്പ്ലിറ്റ് ചെയ്തു, 3 ഫംഗ്ഷനാക്കി മാറ്റി, അത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തു, എന്നിട്ട് 3 ഇൻവേഴ്സ് കൊടുത്തു, എൽ ഇൻവേഴ്സ്, എൽ ഇൻവേഴ്സ്, എൽ ഇൻവേഴ്സ്. എന്നിട്ട് ഓരോന്നിനും നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തു. 1/s ഫോർമുല അപ്ലൈ ചെയ്ത് എങ്ങനെയാണ്? L of 1 equal to 1/s നമുക്കറിയാം. അപ്പൊ L inverse 1/s 1 ആണ്. നീ L inverse 1/s ഫോർമുല കിട്ടാനായിട്ട് നമ്മൾ L of t raised to n ന്റെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. ആ ഫോർമുലയിൽ n ന് 1 ഉം 2 ഉം കൊടുത്തപ്പോ L inverse 1/s-ന്റെയും L inverse 1/s³ ആൻസർ നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ. ഇനി നമുക്ക് ഈ അടുത്ത പ്രോബ്ലത്തിലേക്ക് എടുക്കാം. നെക്സ്റ്റ് പ്രോബ്ലം എന്താണ്? L inverse 3 into s square minus 1 whole square by 2s raised to 5 എന്നാണ്. പ്രീവിയസ് കേസിൽ ചെയ്ത പോലെ തന്നെ ഇത് ആദ്യം തന്നെ സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ഈ ഒരു ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നോക്കാം. 3 into s square minus 1 whole square എക്സ്പാൻഡ് ചെയ്യാം. a minus b the whole square വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ s raised to 4 plus 1 minus 2s എന്താണ്? ശരിയല്ലേ? s raised to 4 plus 1 minus 2s square a minus b the whole square വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം s raised to 4, രണ്ടാമത്തെ ടേം 1, മൂന്നാമത്തെ ടേം minus 2s square. താഴെ നമുക്ക് എന്തുണ്ട്? 2s raised to 5. ഇനി നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. 3 into s raised to 4 by 2s raised to 5 ഫസ്റ്റ് ടേം. രണ്ടാമത്തെ ടേം 3 by 2s raised to 5. മൂന്നാമത്തെ ടേം 6 into s square by 6. അപ്പൊ 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് 3 into 1 by s³. മൂന്നാമത്തെ ടേം s squareൽ s raised to 5 s square ക്യാൻസൽ ആയി പോകും. അപ്പൊ s³ വരും. ഈ 2 ക്യാൻസൽ ആവും. അപ്പൊ 3 into 1 by s³. അപ്പൊ 3 ടേം ആയിട്ട് തിരിച്ചു. ഇതിനെ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/2 into 1 by s എന്ന് എഴുതാം. s raised to 4 s raised to 5 എന്ന് പറയുമ്പോൾ 3/2 into 1 by s. ഇത് 3/2 into 1 by s raised to 5. ഇത് 3 into 1 by s³. ഇതാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഇത് മാറ്റോട്ടെ, ഈ സൈഡിൽ ഇത് മാറ്റോട്ടെ. That is L inverse 3/2 into 1 by s plus 3/2 into 1 by s raised to 5, 3 into 1 by s³. ഇങ്ങനെ മൂന്നെണ്ണാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഓരോന്നിനും തിരിച്ചു എഴുതാണ്. 3/2 into L inverse 1 by s plus 3/2 into L inverse 1 by s raised to 5 minus 3 into L inverse 1 by s³. ഇങ്ങനെ മൂന്നെണ്ണായിട്ട് തിരിച്ചു വെച്ചു. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്യണം. 3/2 into L inverse 1 by s എന്താണ്? L inverse 1 by s 1. അപ്പൊ ഫസ്റ്റ് ടേമിന്റെ ആൻസർ കിട്ടി. പ്ലസ് 3/2 into L inverse 1 by s raised to 5. അതിന്റെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? L of t raised to n ന്റെ ഫോർമുല എഴുതുക. n factorial by s raised to n plus 1. അപ്പൊ n ന് എത്ര കൊടുക്കണം? L of t raised to 4 കൊടുക്കണം. 4 കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? 4 factorial by s raised to 5 അല്ലേ? അപ്പൊ L inverse 1 by s raised to 5 ന്റെ ആൻസർ എത്രയായിരിക്കും? 1/4 factorial. 1/4 factorial into t raised to 4. 1/4 factorial എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. മൈനസ് 3 into L inverse 1 by s³ എന്തായിരിക്കും? n ന് എന്താ കൊടുക്കണ്ടേ? n ന് 2 കൊടുക്കണം അല്ലേ? n ന് 2 കൊടുക്കുമ്പോ L of t³ is equal to n ന് 2 കൊടുക്കണം. L of t square is equal to 2 factorial by s³. അപ്പൊ എന്തായിരിക്കും L inverse 1 by s³?
L inverse 1 by s cube ആൻസർ എന്തായിരിക്കും? t square. t square divided by 2 factorial. t square divided by 2 factorial. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫസ്റ്റ് ടേം 3/2 പ്ലസ് 3/2 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 24 എന്നാണ്. 4 ഫാക്ടോറിയൽ 24 ഇൻറ്റു t raised to 4 പ്ലസ് മൈനസ് 3t square by 2. ഈ 3യും 24 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് 8 കിട്ടും. അപ്പൊ നമുക്ക് 3/2 പ്ലസ് 1/16 t raised to 4 minus t3 t square by 2. This is the final result.